എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മനു ഒരുപാട് രാത്രിയായി എന്നറിയാം, പക്ഷേ ടെൻഷൻ കാരണം കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. അലീന എവിടെ പോയി എന്നറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടിയെ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കുന്നു. അങ്ങനെ രേവതിക്കുട്ടിയെ വിളിക്കുമ്പം ഫോൺ എടുക്കുന്നത് ഗ്രേസിയമ്മയാട്ടോ. ഗ്രേസിയമ്മ ഓർക്കുന്നുണ്ട് ഈ രാത്രിയിൽ ആരാ പോലും എന്നൊക്കെ ഇങ്ങനെ പിറുപിറുത്തോണ്ടാണ് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേക്കും മനുശങ്കർ സേവ് ചെയ്തേക്കുന്നത് കാണുമല്ലോ. അന്നേരം മനുശങ്കർ ആണല്ലോ എന്ന് പറഞ്ഞാണ് ഫോൺ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞ് ഹലോ വയ്ക്കുന്നത് അതേ രേവതിക്കുട്ടി എന്ന് പറഞ്ഞ് മനു പറയാൻ തുടങ്ങുവാണ്. അന്നേരം ഗ്രേസിയമ്മ പറയും ഞാൻ രേവതിക്കുട്ടിയല്ല ഗ്രേസിയമ്മയാണ് എന്ന് പറയുമ്പോൾ ഞാൻ രേവതിക്കുട്ടിയുടെ നമ്പറാണെന്ന് കരുതി സേവ് ചെയ്തിരുന്നതാണ്, സോറി കേട്ടോ ഈ രാത്രിയിൽ ഇങ്ങനെ വൈകി വിളിച്ച് ശരിയായില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പം മനുശങ്കറല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്താ മോനെ വിളിച്ചത്, ഇനി രേവതിക്കുട്ടി വിളിക്കണോ, അവൾ കിടന്ന് ഉറങ്ങി കാണും എന്ന് പറയുവാണ്. അന്നേരം വേണ്ട ഞാൻ ഒരു വിശേഷം അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേരം എന്താ മോനെ എന്ന് ചോദിക്കുവാണ്. അന്നേരം മനു പറയുന്നുണ്ട് അലീന ഇന്ന് എറണാകുളത്തേക്ക് വരുമെന്ന് പറഞ്ഞായിരുന്നു, ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് അലീന അങ്ങോട്ട് വന്നോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറയും. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട് അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു, ഞങ്ങൾ അവളെ അങ്ങോട്ട് പോയി കൂട്ടിക്കൊണ്ട് വരാൻ തയ്യാറുമായിരുന്നു, പക്ഷേ കുറേ കഴിഞ്ഞ് അവൾ വിളിച്ച് വരുന്നില്ല, അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പോയുമില്ല, അവളിങ്ങോട്ട് വന്നുമില്ല എന്ന് പറയുവാണ്. അന്നേരം മനു പറയും എന്നാൽ ശരി ആൻറ്റി, ഞാൻ രാത്രി വിളിച്ചതിന് സോറി എന്ന് പിന്നെയും പറയുന്നു. മാമച്ചൻ അങ്കിളിനെയും അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കാൻ തുടങ്ങുമ്പം എന്താ മോനെ അവിടെ എന്താ വിശേഷം, അവിടെ എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല ആൻറ്റി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഇന്നിപ്പോൾ ഒരുപാട് വൈകിയില്ലേ, നാളെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് ഫോം വയ്ക്കുവാണ്. ഫോം വെച്ചതിന് ശേഷം ആകെ വിഷമമാവുന്നുണ്ട് മനുവിന്, കാരണം അലീന എവിടെയാണെന്ന് അറിയില്ലല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ബാലേന്ദ്രനെ വിളിച്ചു നോക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ട് ഇനി എവിടെ പോയി അന്വേഷിക്കാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മനു. ഈ സമയം കൃഷ്ണമോൾക്ക് ആകെ വിഷമം, കൃഷ്ണമോളും ബാലേന്ദ്രനും ഒക്കെ എവിടെയാണ് എന്ന് വീട്ടിലൊന്നും പറഞ്ഞില്ല, അവിടെ എന്താണ് അവസ്ഥ എന്നറിയില്ല. അതുകൊണ്ട് കൃഷ്ണമോൾ വന്ന് ബാലേന്ദ്രൻ്റെ ഫോൺ ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുവാണ് എന്ന്. അന്നേരം അതൊന്ന് തരാമോ, ഞാൻ സ്വിച്ച് ഓൺ ആക്കിക്കോളാം എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുവാണ്, ഇന്ന് ഏതായാലും അത് ഓൺ ആക്കുന്നില്ല, നാളെ ഓൺ ആക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുമില്ല എന്ന് പറയുവാണ്. എന്നിട്ട് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഫോൺ എന്തിനാണ് എന്ന്. അന്നേരം കൃഷ്ണമോൾ പറയും നമ്മൾ എവിടെയാണോ എന്ന് അവരെ ഒന്ന് വിളിച്ച് അറിയിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആരെയാ അറിയിക്കേണ്ടതെന്ന് ചോദിക്കും. അമ്മയെ ഒന്ന് അറിയിക്കേണ്ടേ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ആകെ വിഷമമാകില്ലേ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രനെ തിരിച്ചു ചോദിക്കുന്നുണ്ട് നീ ആരുടെ കൂടെയാണ് എന്ന്. ഞാൻ അച്ഛൻ്റെ കൂടെയാണ് എന്ന് പറയുമ്പോൾ അതേലോ, അല്ലാതെ അയലൊക്കത്ത് വേലായുധം ചേട്ടൻ്റെ കൂടെയാണ് അല്ലല്ലോ, അതുകൊണ്ട് അത്രയും മതി, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്ന് പറയുന്നു. കൃഷ്ണമോൾക്ക് അങ്ങനെ വഴക്ക് പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, ദേഷ്യം സങ്കടമൊക്കെ വരുന്നുണ്ട്, നേരെ വന്ന് കട്ടിലേക്ക് കിടക്കുവാണ്. അന്നേരമാണ് അലീന ബാഗിൽ നിന്ന് ഒരു തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട്, ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ഒരു സോഫ കിടപ്പുണ്ട്, ആ സോഫ വിരിച്ച് അവിടെ കിടക്കാനുള്ള പ്ലാനാണ്. ഇവരുടെ കൂടെ കിടക്കാൻ പറ്റത്തില്ലല്ലോ, ഹോം നേഴ്സ് വേലക്കാരി എന്നൊരു ഇതാണല്ലോ കൃഷ്ണമോൾക്ക്, അതുകൊണ്ട് തന്നെ അതിനെ ശല്യം ചെയ്യേണ്ടെന്ന് ഓർത്തായിരിക്കും അവിടെ കിടക്കാൻ തുടങ്ങുന്നു. അന്നേരം ബാലേന്ദ്രൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അലീന എന്താ പരിപാടി എന്ന് ചോദിക്കും. അന്നേരം അല്ല ഞാൻ കിടക്കാൻ ഓർത്തായിരുന്നു എന്ന് പറയുമ്പം അതെ ഇത് കിങ് സൈസ് ബെഡാണ്, 3 പേർക്ക് സുഖമായിട്ട് കിടക്കാം, നീ ആ കൃഷ്ണമോൾ കിടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് അവിടേക്ക് കയറി കിടന്നു എന്ന് പറയും. അന്നേരം ഇങ്ങനെ അലീന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണേ. അന്നേരം ബാലേന്ദ്രൻ മുഖത്ത് നോക്കി തന്നെ ചോദിക്കുന്നുണ്ട് നീ ആരാ, എനിക്ക് കൃഷ്ണമോളും നീയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല എന്ന് പറയുമ്പം എനിക്ക് ആദ്യം ജനിക്കേണ്ടിയിരുന്ന മകളല്ലേ നീ എന്ന് ചോദിക്കുന്നേക്കും ആകെ സങ്കടം വരുന്നുണ്ട് അലീനയ്ക്ക്, കണ്ണൊക്കെ നിറഞ്ഞു വരുന്നു, കരച്ചിൽ വരുന്നു, അതെല്ലാം പിടിച്ചു നിർത്തുന്നുണ്ട്, കാരണം കൃഷ്ണമോൾ അവിടെ കിടപ്പുണ്ടല്ലോ. എന്നിട്ട് ആകെ വിഷമിച്ച് പയ്യെ വന്ന് കട്ടിലയിൽ ഒന്നിരിക്കും, എന്നിട്ട് പയ്യെ കട്ടിലേക്ക് കിടക്കുന്നുണ്ട്. കൃഷ്ണമോൾ തൊട്ടടുത്ത് കിടപ്പുണ്ട്, പക്ഷേ കൃഷ്ണമോൾ ഒന്നും മിണ്ടുന്നൊന്നുമില്ല കേട്ടോ, എന്തോ ഒരു ദേഷ്യവും ഒക്കെ ഉണ്ട് അലീനയോട് ഇപ്പം കൃഷ്ണമോൾക്ക്. രണ്ടുപേരും മിണ്ടാതെ കിടക്കുവാണ്. ബാലേന്ദ്രൻ ബാഗ് എടുത്തുകൊണ്ട് വന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ബാലേന്ദ്രനും കിടക്കുന്നുണ്ട്. ഈ സമയം വൈജയന്തിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിക്കുപൊറുതിയില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ആകെ ടെൻഷനോടുകൂടി വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റൂമിൽ കൂടെയൊക്കെ നടക്കുന്നു, ഹാളിൽ കൂടെയൊക്കെ കുറേ നേരം നടക്കും. അത് കഴിഞ്ഞ് നേരെ ബാലേന്ദ്രൻ എൻ്റെ റൂമിലേക്ക് വരുവാണ്. അവിടെ വന്ന് കബോർഡും അലമാരികളെല്ലാം തുറന്നു നോക്കുന്നുണ്ട്, അതുപോലെ അവിടെ ഇട്ടിരിക്കുന്ന മേശയുടെ ഡ്രോയറിലും എല്ലാം നോക്കുന്നുണ്ട്. അവിടെ എല്ലാം എന്തൊക്കെയോ തപ്പുന്നുണ്ട്, ഇനി എവിടെയാണ് പോയതെന്ന് എന്തെങ്കിലും സൂചന കിട്ടുമോ എന്നായിരിക്കും. അതെല്ലാം നോക്കുന്നു. അവിടെ ഇരുന്നൊരു ഡയറി എടുത്ത് നോക്കുന്നു, കട്ടിലിൻ്റെ തലേണക്കർ വരെ പരിശോധിക്കുന്നുണ്ട്. എന്നിട്ട് ഉദ്ദേശിച്ചതൊന്നും കിട്ടിയിട്ടില്ല. അന്നേരം ആകെ വിഷമിച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ കൃഷ്ണമോളുടെയും കാര്യം. അവർ 3 പേരും കിടന്ന് ഉറങ്ങി. ഒരുറക്കം കഴിഞ്ഞ് ബാലേന്ദ്രൻ നോക്കുമ്പം കൃഷ്ണമോൾ അടുത്തില്ല. നോക്കുമ്പം കൃഷ്ണമോൾക്ക് ഉറക്കമൊന്നും വരാതെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്.
ബാലേന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കൃഷ്ണമോളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ കിടന്ന് ഉറങ്ങാത്തെ, നീ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല, എനിക്ക് ആകെ വിഷമം വരുക, എവിടെയെങ്കിലും പോയി ഒന്ന് ഉറക്കെ കരയാൻ എനിക്ക് തോന്നുക, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും കൃഷ്ണമോളുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട് ബാലേന്ദ്രന്. ബാലേന്ദ്രൻ കൃഷ്ണമോളെ കെട്ടിപ്പിടിക്കും, എന്നിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്ന ഇറുകയിൽ, എന്നിട്ട് മോൾക്ക് എന്താ വിഷമം എന്നൊക്കെ ചോദിച്ചിട്ട് അലീനെ ഇങ്ങനെ നോക്കുക. അലീന കിടന്ന് ഉറങ്ങുക കേട്ടോ. അത് രാവിലെ തൊട്ടുള്ള ടെൻഷൻ കാരണം ഉറങ്ങിപ്പോയി, ഇവർ എഴുന്നേറ്റൊന്നും അറിഞ്ഞില്ല. ഇനി അലീനെ എഴുന്നേൽപ്പിക്കണ്ടല്ലോ എന്ന് കരുതി അവർ രണ്ടുപേരും പുറത്തേക്ക് പോവുകയാണ്. ബാലേന്ദ്രൻ ബാ എന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്ക് പോകും. അവർ ഗാർഡൻ ഏരിയയിൽ പോയി അവിടെ ഇരിക്കുവാണ്. അന്നേരം കൃഷ്ണമോൾക്ക് വിഷമമാണ് എന്നൊക്കെ അറിയാവുന്ന ബാലേന്ദ്രൻ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, മോളുടെ വിഷമം എന്താണെങ്കിലും മോളുടെ മനസ്സിൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അച്ഛനോട് തുറന്ന് പറയാം, എന്താ മോളുടെ വിഷമം എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എന്താ ഇങ്ങനെയായിപ്പോയെ, ഇങ്ങനെയല്ലായിരുന്നല്ലോ എൻ്റെ അച്ഛൻ, ഇപ്പോൾ അച്ഛന് എല്ലാവരോടും ദേഷ്യമാണ്, അമ്മയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അമ്മയോട് ഭയങ്കര വൈരാഗ്യമാണ്, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പിനെയും പോലെയാണ്, ഇതിനിടയ്ക്ക് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അച്ഛൻ അറിയാം, അച്ഛൻ ഒരുപാട് മാറിപ്പോയി എന്ന്, അതിൻ്റെ കാരണവും അച്ഛൻ അറിയാം എന്നിങ്ങനെ പറയുക. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, അച്ഛൻ ആരോടും പറയാതെ ഒരു ദിവസം വീട്ടിൽ നിന്ന് പോയി, അവിടെ പോയി ഒരുപാട് കള്ളു കുടിച്ചു, അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നു, തീരെ വയ്യാതെ വന്നതിന് ശേഷം ഹോസ്പിറ്റലായി. അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷവും അച്ഛൻ എല്ലാവരോടും ദേഷ്യമാണ്, അച്ഛനെ കെയർ ചെയ്യാൻ അലീന ചേച്ചി മാത്രം മതി എന്ന് പറഞ്ഞു, അമ്മേനെ അച്ഛന് ഇഷ്ടമല്ല, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ദേഷ്യത്തോടെ വൈരാഗ്യത്തോടെ എങ്ങനെ മുന്നോട്ട് പോകാനാ, അമ്മയ്ക്ക് അച്ഛനെ തോൽപ്പിക്കണം, അച്ഛനെ അമ്മയെ ജയിക്കണം, ഇതിനിടയ്ക്ക് ഞങ്ങൾ എന്താ ചെയ്യുന്നത്, എനിക്ക് ശരിക്കും മടുത്തു, ഇനി ജീവിക്കേണ്ടെന്ന് പോലും തോന്നുക എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, തെറ്റെല്ലാം ചെയ്തത് അച്ഛനാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം കൃഷ്ണമോൾ പറയുവാണ്, അമ്മ എന്നും ഇങ്ങനെ തന്നെയായിരുന്നു, അച്ഛനല്ലേ മാറിയത്, അച്ഛൻ ഇങ്ങനെ മാറണ്ടായിരുന്നു എന്ന് പറയുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അച്ഛൻ മാറിയതിന് കാരണമുണ്ട്, മോൾക്ക് അച്ഛനൊരു കഥ പറഞ്ഞു തരാം, കേൾക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ കേൾക്കാം എന്ന് പറയുവാണ്. അങ്ങനെ ബാലേന്ദ്രൻ പറയുവാണ്, പണ്ട് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അവൻ ചെറുപ്പം തൊട്ടേ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, ആ സ്നേഹം 12 വർഷക്കാലം മനസ്സിലിട്ടുകൊണ്ട് നടന്നതിന് ശേഷം അവസാനം അവൻ അവളെ വിവാഹം കഴിച്ചു, കുട്ടികളായി ജീവിതം തുടങ്ങുവാണ്. പിന്നീടാണ് അവൻ അറിയുന്നത് അവൾക്ക് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരാളെ ഇഷ്ടമായിരുന്നുവെന്നും അയാളുടെ കൂടെ കുറച്ചു കാലം ജീവിച്ചുവെന്നും അതിലൊരു കുഞ്ഞുണ്ട് എന്നും അറിയുവാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് അവന് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക കേട്ടോ. അന്നേരം കൃഷ്ണമോൾ ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുക. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഒന്നും മിണ്ടാത്തേ, നിൻ്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുമ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ചതി, അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് കൃഷ്ണമോൾ പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ചതി നടന്ന ആളാണ് ഞാൻ, നിൻ്റെ മുന്നിലിരിക്കുന്ന ഈ അച്ഛനാണ് ആ ചതി സംഭവിച്ചത് എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണമോൾ ചാടി എഴുന്നേൽക്കുകയെ, എന്നിട്ട് പറയും, ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അച്ഛന് തോന്നുന്നതാ, അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അച്ഛനെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനത് വിശ്വസിക്കുന്ന ആളാണ് എന്ന് മോൾക്ക് തോന്നിയോ, അച്ഛൻ ഈ വിവരം അറിഞ്ഞതിന് ശേഷം അത് ശരിയാണോ എന്നറിയാനാണ് അന്ന് നീലഗിരിക്ക് പോയത്, അവിടെ പോയി ഗംഗാധരേട്ടനോട് ഞാൻ ഈ കാര്യം ചോദിച്ചു, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, വിവാഹത്തിന് മുമ്പ് അലീന ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടെന്ന് അവരിൽ നിന്ന് തന്നെ അച്ഛൻ അറിഞ്ഞതാണ്, ഈ കാര്യം ശിവേട്ടനും രാജീവിനും അതുപോലെ നിൻ്റെ മുത്തശ്ശിക്ക് വരെ അറിയാം, ഇവരെല്ലാവരോടും ഒരുമിച്ച് അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ചതി പ്ലാൻ ചെയ്തത്, ഇനി മോള് പറ, ഇത് അച്ഛൻ എങ്ങനെ സഹിക്കും, അച്ഛനത് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നെങ്കിലും കൃഷ്ണമോൾ ആകെ വിഷമിച്ച്, ഇല്ല അച്ഛനത് സഹിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുവാട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ വിഷമത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്, മോളെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നത് കള്ളു കുടിച്ചതുകൊണ്ടല്ല, ഈ ചതി ഈ വഞ്ചന അറിഞ്ഞതുകൊണ്ടാണ് അച്ഛനത് സഹിക്കാൻ പറ്റാതെ പോയത്, ഇതൊക്കെ എങ്ങനെയാണ് അച്ഛൻ സഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അന്നേരം സങ്കടം കാരണം കൃഷ്ണമോൾ ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് കൃഷ്ണമോൾ ചോദിക്കുക, അച്ഛാ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം അലീന ചേച്ചിയല്ലേ, അലീന ചേച്ചിയെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീരില്ലേ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, ഈ അലീന ആരാണെന്നാണ് നിൻ്റെ ഭാവം എന്ന്. അന്നേരം അതൊരു ഹോം നേഴ്സ്, മുത്തശ്ശിയെ നോക്കാൻ വന്ന ഹോം നേഴ്സ് അല്ലേ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് ഹോം നേഴ്സൊന്നും അല്ല, അന്ന് നിൻ്റെ അമ്മ പ്രസവിച്ച് ഉപേക്ഷിച്ച് ഏതോ ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കിയ ആ കുഞ്ഞാണ് ഇന്ന് വളർന്ന് വലുതായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന, നമ്മളുടെ വീട്ടിൽ നിൽക്കുന്ന അലീന എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ ഞെട്ടി നിൽക്കുക ആട്ടോ കൃഷ്ണമോള്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോൾ ഇനി പറ, അച്ഛൻ ഇതെല്ലാം ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയണ്ടേ, ഇത്
ഇതെല്ലാം മനസ്സിൽ വെച്ച് അച്ഛൻ എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കുന്നത്, ഇതെല്ലാം അച്ഛൻ അറിഞ്ഞു എന്ന് നിൻ്റെ അമ്മയെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ എൻ്റെ കൂടെ ജീവിക്കുമോ? ഒന്നുകിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യും. ഇതെല്ലാം ഞാൻ അറിഞ്ഞു എന്ന് അവൾ അറിയിച്ചതിന് ശേഷം അച്ഛൻ അവളുടെ കൂടെ ജീവിക്കുമോ? അതുമില്ല. അപ്പോൾ പിന്നെ അച്ഛൻ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം മനസ്സിലൊതുക്കി ഇത് എത്ര നാൾ അച്ഛൻ പിടിച്ചു നിൽക്കും? ഞാനൊരു മനുഷ്യനല്ലേ എന്നൊക്കെ ചോദിച്ച് ബാലേന്ദ്രൻ ഭയങ്കരമായിട്ട് കരയുവാണ്. ഇതെല്ലാം കണ്ട് കൃഷ്ണമോൾക്ക് ഒത്തിരി സങ്കടം വന്നിട്ട് കൃഷ്ണമോളും ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അങ്ങനെ കരഞ്ഞു നിൽക്കുന്ന രണ്ടുപേരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. ആ പ്രൊമോയിലും വൈജയന്തിക്ക് ടെൻഷൻ മൊത്തം ബാലേന്ദ്രനും അലീനയും ഒരുമിച്ചാണോ എന്നാണ്. അത് രാജീവിനെ വിളിച്ച് പറയുന്നുണ്ട്. രാജീവ്, ഇനിയിപ്പം അലീനയും കൊണ്ടായിരിക്കുമോ ബാലേന്ദ്രൻ പോയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുവാണ്. അന്നേരം അങ്ങനെയാണെങ്കിൽ നമ്മൾ തോറ്റു പോകില്ലേ എന്നാണ് വൈജയന്തി ചോദിക്കുന്നത്. ഇപ്പോഴും ബാലേന്ദ്രൻ്റെ മുമ്പിൽ തോക്കാനുള്ള മനസ്സ് വൈജയന്തിക്കില്ല, അതിൻ്റെ ടെൻഷനാണ്. പിന്നെ ഇവിടെ ബാലേന്ദ്രനെയും അലീനയും ഒക്കെ കാണിക്കേണ്ടത്. നേരം വെളുത്തു. അലീന ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ, എന്താ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ സാറിൻ്റെ കനിവിലല്ലേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ 3 മക്കൾക്കും എന്തൊക്കെ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടോ അത്രയും അവകാശങ്ങളും അധികാരങ്ങളും ഇനി നിനക്കും ഉണ്ടാകും എന്ന് പറയുന്നു. അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്നത് കൃഷ്ണമോള് കാണുന്നത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അതെല്ലാം കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.